നിങ്ങൾ അറിഞ്ഞോ, പൗരത്വത്തിന് വേണ്ട സർട്ടിഫിക്കറ്റൊക്കെ പൂജാരിമാരാണത്രേ കൊടുക്കുന്നത്. മോദിയുടെ പൗരത്വ ഭേദഗതി നിയമപ്രകാരം പ്രാദേശിക പൂജാരിമാർക്കും മതപുരോഹിതർക്കും ഒരാളുടെ മതം തെളിയിക്കുന്ന യോഗ്യതാ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്നാണ് പറയണത്. അല്ല, നമ്മുടെ രാജ്യത്ത് എവിടേക്കാണ് പോണത്? മുസ്ലിങ്ങളെ ഒഴിവാക്കി പൗരത്വം മതത്തിന്റെ പേരിലാക്കിയത് തന്നെ ഭരണഘടന വിരുദ്ധമാണെന്ന ആക്ഷേപം ശക്തമായിരിക്കുകയാണ് പൂജാരിമാരുടെ വരവ്. എന്തൊരു ഭീകരമായ അവസ്ഥ! ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ മുസ്ലിം അല്ലാത്തവർക്ക് പൂജാരിമാരുടെയോ മതപുരോഹിതരുടെയോ സാക്ഷ്യപത്രം ഹാജരാക്കിയാൽ മതി. തൻ്റെ അറിവിലും വിശ്വാസത്തിലും നിയമത്തിൽ പരാമർശിക്കുന്ന മതത്തിൽപ്പെട്ടയാളാണ് അപേക്ഷകനെന്നും ആ മതത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ടെന്നുമാണ് സാക്ഷ്യപത്രം നൽകേണ്ടത്. പൗരനായി നിലനിൽക്കാൻ പൂജാരിമാരുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം അംഗീകരിക്കപ്പെടണം എന്നല്ലേ അർത്ഥം? അതായത് ക്ഷേത്രങ്ങളിൽ പോകുന്നവരും പൂജാരികളുമായി ബന്ധമുള്ളവരാണ് പൗരന്മാരെന്ന്. ഇതെല്ലാം നടക്കുന്നത് മതേതരത്വം ഭരണഘടനയിലുള്ള രാജ്യത്തിലാണ്. ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇതാണ് മോദി പറഞ്ഞ ഗ്യാരണ്ടി.